ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുമാത്രമല്ല, എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ രാത്രിയൊക്കെ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഇതേപോലെ ക്ലോസറ്റിനകത്ത് കുറച്ച് പൗഡർ ഇട്ടിട്ട് കിടക്കുമ്പോൾ രാവിലെ നമ്മളൊന്ന് എണീറ്റ് ബാത്റൂമിലോട്ട് പോകുമ്പോൾ തന്നെ നല്ലൊരു മണമായിരിക്കും ബാത്റൂമിൽ. അതേപോലെ ആരെങ്കിലും പെട്ടെന്ന് വന്നാൽ തന്നെയും ഇതേപോലെ ചെയ്താൽ മതി. അപ്പോൾ ബാത്റൂം തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണം നമുക്ക് ബാത്റൂമിൽ നിന്നും കിട്ടും. അതേപോലെ തന്നെ നമ്മളിതേപോലെ കുറച്ച് ടിഷ്യൂ പേപ്പർ അതിനകത്തോട്ട് കുറച്ച് പൗഡർ ഇട്ടിട്ട് നമ്മൾ ഷൂവിനകത്ത് വെച്ച് കൊടുക്കുക. ആകുമ്പോഴത്തേനും വലിയവരാണേലും കുട്ടികളാണേലും ഷൂ ഒക്കെ ഉപയോഗിച്ചിട്ട് വരുമ്പോഴത്തേനും ഒരു ബാഡ് സ്മെല്ലായിരിക്കും, മഴ സമയത്തൊക്കെ. അപ്പം ഇതേപോലെ നമ്മൾ ടിഷ്യൂ പേപ്പർ പൗഡർ ഇട്ടിട്ട് ഇതേപോലെ ആക്കി കൊടുത്താൽ മതി 2 ഷൂവിലും. അപ്പം നല്ലൊരു സ്മെല്ലായിരിക്കും, ആ ബാഡ് സ്മെല്ലൊക്കെ പോയി കിട്ടും. അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക. അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ പൗഡർ നമ്മൾ ഇതേപോലെ വേസ്റ്റൊക്കെ ഇടുന്നതിൻ്റെ ആ ഭാഗത്തായിട്ടൊക്കെ കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉറുമ്പുണ്ടെങ്കിൽ ഉറുമ്പൊന്നും ആ ഭാഗത്തോട്ട് വരുത്തതുമില്ല. അതേപോലെ തന്നെ നമ്മളെ ബെഡിൽ കിടക്കുന്നതിന് മുമ്പായിട്ട് ഇതേപോലെ പൗഡർ ഇട്ടാൽ നല്ലൊരു മണമായിരിക്കും. നമ്മുടെ ബെഡ്റൂം തുറക്കുമ്പം തന്നെ നല്ലൊരു, പ്രത്യേകിച്ച് ഇതിന് സ്പ്രേയോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട, ഈ പൗഡർ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. റൂം കയറുമ്പം തന്നെ നല്ലൊരു മണമായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ മിക്സിയൊക്കെ ഉപയോഗിച്ചിട്ട് അതിൻ്റെ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം അതേപോലെ കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ലൊരു മണമായിട്ടിരിക്കും പൗഡർ. അതേപോലെ തന്നെ മിക്സിയിൽ, അതേപോലെ തന്നെ നമ്മുടെ കിച്ചണിലൊക്കെ നല്ല ഒരു മണമായിരിക്കും മൊത്തത്തിൽ. നമ്മൾ സ്ലാബിലൊക്കെ ഇതേപോലെ കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കുകയാണെങ്കിലും, അതേപോലെ സിങ്കിനകത്തു നിന്ന് വരുന്ന ചെറിയ പാറ്റ, ഉറുമ്പ്, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ശല്യം ഒഴിവാകാനായിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് പൊടിയിൽ പൗഡർ ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് കലക്കി ഒഴിക്കുക. രാത്രി ഇതേപോലെ ചെയ്താൽ രാവിലെ നമ്മൾ നോക്കുമ്പോഴത്തേനും അതിനകത്തുനിന്ന് പാറ്റയോ ഉറുമ്പോ ഒന്നും തന്നെ കയറി വരില്ല. അപ്പോൾ ഞാനിത് മിക്സിയുടെ ജാറിൽ മൂർച്ചയാക്കാൻ വേണ്ടി ഉപ്പും പരലുപ്പും ന്യൂസ് പേപ്പർ ഇട്ട് പൊടിച്ച ഉപ്പാണ്. അപ്പോൾ നമുക്കത് വെറുതെ വേസ്റ്റാക്കി കളയണ്ട. അപ്പോൾ അതിങ്ങനെ ഇതേപോലെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ബ്ലേഡ് മൂർച്ചയാക്കാൻ വേണ്ടി അതാണ് ന്യൂസ് പേപ്പറിൻ്റെ പൊടി കിടക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് വാഷ് ബേസിനിലും ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, ഉപ്പിനകത്ത് കുറച്ച് ന്യൂസ് പേപ്പറിൻ്റെ പൊടികളൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ ബാക്കി ഉപ്പ് ഇതേപോലെ കുറച്ചിട്ടിട്ട് കുറച്ച് പൗഡർ ഇട്ടിട്ട് നമുക്ക് വാഷ് ബേസിനിൽ ഒഴിച്ചു കൊടുക്കാം. അവിടെ നിന്ന് വരുന്ന ഉറുമ്പ്, പാറ്റ, അതുമെല്ലാം ശല്യമൊക്കെ ഒഴിവായി കിട്ടും. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, വാഷ് ബേസിനിൽ നമ്മൾ രാത്രി ഉപയോഗങ്ങളൊക്കെ കഴിയുമ്പം തന്നെ അതിനകത്തുനിന്ന് വരുന്ന ഉറുമ്പ് കണ്ട്. അപ്പോൾ ഉറുമ്പ്, പാറ്റ എല്ലാം നമ്മൾ രാത്രിയായിരിക്കും നമ്മളെല്ലാം ഉപയോഗം കഴിയുമ്പോഴത്തേനാണ് അതിനകത്തുനിന്ന് വരുന്നത്. അപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു ശല്യം നമുക്ക് ഇല്ലാതാകും. കണ്ടോ, ഉറുമ്പഴയുന്ന കണ്ടോ. അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഡൈനിങ് ടേബിൾ ആഹാരമൊക്കെ കഴിച്ച് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം രാത്രി ഇതേപോലെ പൗഡർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ പല്ലി ഒന്നും തന്നെ വന്ന് മേത്തുമില്ല, നല്ലൊരു മണമായിരിക്കും. ഇതേപോലെ ഒന്ന് തുടച്ച് കൊടുത്താൽ മതി. അതേപോലെ തന്നെ കിച്ചണിൽ കണ്ടോ, ഇതേപോലെ നമ്മൾ ഗ്യാസ് അടുപ്പിരിക്കുന്നതിൻ്റെ തൊട്ടടുത്തായിട്ടൊക്കെ ഇതേപോലെ ഇട്ട് കൊടുക്കുക. അതേപോലെ ഗ്യാസ് അടുപ്പിൻ്റെ ഭാഗത്ത് ഇട്ട് കൊടുത്താൽ ഉറുമ്പ് കയറത്തില്ല. അപ്പം മിക്ക ഗ്യാസ് അടുപ്പിലും ഇതേപോലെ ഉറുമ്പൊക്കെ കയറും രാത്രി. അപ്പോൾ ആ ഒരു ശല്യം ഒഴിവായി കിട്ടും നമുക്ക്. ഇതേപോലെ ആ ഭാഗത്തായിട്ടൊക്കെ അതേപോലെ കുറച്ച് ടിഷ്യൂ പേപ്പറിനകത്ത് ഇതേപോലെ പൗഡർ ഇട്ടിട്ട് നമ്മൾ കിടക്കുന്നതിന് മുമ്പായിട്ട് തലയണയുടെ അടിയിൽ അതേപോലെ വെച്ചാൽ നമുക്ക് ഉറങ്ങുന്നതിനും നല്ല സുഖമായിരിക്കും. റൂം ഫുള്ളായിട്ട് തന്നെ നല്ലൊരു പൗഡറിൻ്റെ മണവും കാണും. അപ്പോൾ ഇതേപോലെ തലയണടിയിൽ വെച്ച് കൊടുക്കുക. പൗഡർ കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ വെറുതെ എക്സ്പയർ ആയിട്ട് കിടക്കുന്ന പൗഡറാണേലും മതി. ഇതേപോലെ ഓവൻ്റെ ഭാഗത്തൊക്കെ നമ്മൾ ഓരോന്നൊക്കെ പാചകം ചെയ്തിട്ട് വെക്കുമ്പോഴത്തേനും ഉറുമ്പ് കയറും. അതേപോലെ നമ്മുടെ കുഷ്യൻ സെറ്റ്, അപ്പോൾ അതിലൊക്കെ ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് കയറുന്ന ഉറുമ്പ്, ഈ കറുത്ത ഉറുമ്പെന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നതല്ല. എന്നാൽ നമുക്ക് എപ്പോഴാണ് ഈ ഉറുമ്പ് ഉണ്ടാകുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ അത് നമുക്കൊരു ശല്യമൊന്നുമില്ല. ഇതേപോലെ കുറച്ച് പൗഡർ ഇട്ട് കൊടുത്താൽ മതി, അതങ്ങ് പോയി കിട്ടും.
അപ്പോൾ നമ്മൾ ഇട്ടിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേനും നോക്കുമ്പം ആ ഉറുമ്പ് എങ്ങോട്ട് പോയെന്നറിയത്തില്ല, ഭാഗത്തോട്ടേ കാണത്തില്ല. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഉറുമ്പൊടിയും കാര്യങ്ങളൊന്നും വേണ്ട. അതേപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഹാൻഡ് ബാഗ്, അതേപോലെ സ്കൂൾ ബാഗ്, ഇതിനകത്തൊക്കെ ഇതേപോലെ കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കുമ്പോഴത്തേനും അതിനകത്തുള്ള ഒരു ഈർപ്പം, ആ ഈർപ്പമൊക്കെ മാറിയിട്ട് നല്ലൊരു സ്മെല്ലായിരിക്കും. നമ്മളെവിടെയെങ്കിലും പോകുമ്പോഴത്തേനും അത് ഉപയോഗിക്കുമ്പം തന്നെ നല്ലൊരു മണമായിരിക്കും. അപ്പോൾ ഇതേപോലെ 2 അറയിൽ ഞാൻ കുറച്ച് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്കൂൾ ബാഗ്, കുട്ടികൾ കൊണ്ടുപോകുന്ന ബാഗിനകത്ത് ഇതേപോലെ ഇട്ട് കൊടുക്കുമ്പം അവർ തുറന്ന് പുസ്തകങ്ങളൊക്കെ എടുക്കുമ്പോഴത്തേനും നല്ലൊരു മണം കിട്ടും. അപ്പോൾ എൻ്റെ ഈ ടിപ്സുകൾ ഇത്രയേ ഉള്ളൂ. ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.